കൊല്ലം കരുനാഗപ്പള്ളി ബെപ്കോയിൽ മദ്യത്തിന് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ. സുധിൻ രാജ്, അമൽദേവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യവിൽപ്പനയിൽ അമിതമായ പണം വാങ്ങിയ ജീവനക്കാർക്കെതിരെയുള്ള പരാതി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ ബിവറേജസ് കോർപ്പറേഷന്റെ MD ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വത്തിന് ഉദ്യോഗസ്ഥ സംവിധാനത്തിന് അതിൻ്റെ വിവരം കൈമാറി അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരായി കണ്ട 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിന് മന്ത്രിയുടെ ഈ വാക്കുകളിൽ ഈ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നതിന് പകരം അധികമായി വാങ്ങി എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന തന്നെ തെറ്റായ പ്രസ്താവനയാണ്. അതേസമയം ബെപ്കോയുടെ അന്വേഷണ ഉത്തരവിൽ, അതായത് സസ്പെൻഷനുള്ള ഉത്തരവിൽ വളരെ വ്യക്തമായി തന്നെ ഇത് ബില്ല് നൽകി, അതായത് പണം നൽകി ബില്ല് വാങ്ങി തൊട്ടടുത്ത കൗണ്ടറിൽ പോയി മദ്യം വാങ്ങേണ്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 50 രൂപ ചോദിച്ചു വാങ്ങുന്നത്. ഇത് കൈമടക്കുന്നോ കൈക്കൂലിയോ എന്നുള്ള പട്ടികയിൽ മാത്രമേ പെടുത്താൻ കഴിയൂ. നിരന്തരമായി മത്സ്യത്തൊഴിലാളികളോടും ഇതുപോലെ 3 ലിറ്ററും 2 ലിറ്ററും ഒരുമിച്ച് വാങ്ങുന്ന ചെറിയ റബ്ബുകൾ, ചെറിയ ബോട്ടിലുള്ള റബ്ബുകൾ വാങ്ങുന്നവരിൽ നിന്നാണ് ഇതുപോലെ ഇവർ പണം വാങ്ങുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ തീരദേശവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും ഇതുപോലെ ബെപ്കോയിൽ ഈ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ ഇങ്ങനെ പണം വാങ്ങുന്നതായി പരാതിയുണ്ട്. ഇവർ തന്നെ സഹികെട്ടിട്ടാണ് ഇത് പലവട്ടം ഇങ്ങനെ ചെയ്തിട്ട് താങ്കൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതും അത് മന്ത്രിക്ക് അയച്ചു കൊടുത്തതും കൈരളി ന്യൂസ് ഉൾപ്പെടെ അത് പുറത്തുവിട്ടതും.